ടൂൾസ് എടുത്തൊരു കോള് വരണം. വാ, എന്തായി? തീർക്കണം, ഇന്ന് തന്നെ തീർക്കണം. സാറ് വയ്ക്കോ, ഇന്ന് തീർത്തിരിക്കും. ധൈര്യമായിട്ട് പോ. അവനെ വിളി. ശരിയാശാനെ. ഹസനെ ഇറങ്ങിയുണ്ട്. ഡേയ്, നീ അവനെ കൂടി വേഗം കഴിഞ്ഞിട്ട് വാ. ചെറിയൊരു പണിയുണ്ട്. ഞങ്ങൾ എത്തി ആശാനെ. വേഗം വാ. നിനക്കങ്ങോട്ട് മാറി നിന്ന് വലിച്ചൂടെ? ചേച്ചിക്ക് ഇഷ്ടം, ഞാൻ വലിക്കുന്നില്ല. അല്ലടാ, വരികയാണ്. അവരെത്തിയേട്ടാ. എന്താ ആശാനെ? ഇന്ന് തന്നെ തീർത്തു കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കണേ. ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം. നമ്മൾ ഇന്ന് തന്നെ തീർത്തിരിക്കും ആശാനെ. അത്രേ ഉള്ളൂ. കോമു, വാ പോവാ. ഞാനൊന്നില്ലെന്ന് പണിക്ക്. നീ കണ്ടതല്ലേ കാശ് 5000 മേടിച്ചിരിക്കണത്. കക്കൂസ് ഇന്ന് തന്നെ പെയിന്റ് അടിച്ച് തീർത്തു കൊടുക്കാന്നാ പറഞ്ഞിരിക്കണേ. ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാ? ആശാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനിന്ന് പണിക്കില്ല. ആശാൻ ഇവന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല ഇപ്പോഴും. തീരുമാനിച്ച നീ? തീരുമാനിച്ചു. ആശാൻ അറിയില്ല ഞാൻ തിങ്കളാഴ്ച പണിക്ക് വരില്ല എന്നുള്ള കാര്യം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വാടാ, അവൻ അവിടെ ഇരിക്കട്ടെടാ. നീ വരണണ്ട. ഞാനൊന്നില്ല. എന്നാ ശരി, നന്നാവണ്ട. നീ ഇരുന്നു ഇവിടെ. ശരി, പോടാ, പോയി പണിയെടുത്ത് ചാവടാ. എടാ, ഞങ്ങള് പണിക്ക് പോണല്ല, പിന്നെ ഞങ്ങള് ചെറായി ബീച്ചിലേക്കാ. അല്ലേ ആശാൻ? ബീച്ചിലേക്കാ? എന്താടി ഇത്ര കാര്യമായിട്ട് പ്രാർത്ഥിച്ച്? നിന്റെ കുശുമ്പൊന്നും മാറാൻ. നടക്ക്. ആശാനെ വിടരുത്, വിടില്ല, വിടില്ല, മറക്കവന്, മറക്കവന്, ഇവിടെ മറക്കവന്, വിടരുത്, ആശാനെ വിടരുത്, ആശാനെ വിടരുത്, വിടരുത്. ലേഡി, നിന്റെ നേരിൽ ആൽത്തറയിലൊക്കെ നിന്നെ തന്നെ നോക്കണ്. ഇവനാണെങ്കിൽ ഒരു പണിയും എടുക്കില്ല. കൈയാണെങ്കിൽ കരിങ്കല്ല് പോലെയാണ് ഇരിക്കുന്നത്. നീ എന്തുണ്ടാ ചിരിക്കുന്നേ? ആ അഭിപ്രായം കണ്ടിട്ട് മതിയടാ, മതിയടാ, ചുമ്മാ നീ തോറ്റത്. എണീറ്റ് പോടാ. ഇനി ഞാൻ പിടിക്കട്ടെ. എന്നെ തോപ്പിക്കാൻ പറ്റുന്ന നോക്കട്ടെ. വാ, പിടി. കാണാട്ടാ. ഞാനിവിടെ ഉണ്ട്. ആ മറുപടി ഒന്നും പറഞ്ഞില്ല. തന്നോട് എത്ര വട്ടോ പറയണേ എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന്? ഹേയ്, അങ്ങനെ പറയരുത്. തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഇതൊരു നടക്കി പോകൂല. പിന്നെ നീ നല്ല അടി മേടിച്ചിട്ടേ പോവുള്ളൂ. ഇത് അസൂയാണ്. കൂട്ടുകാരിക്ക് നല്ല കൂട്ടുകാരനെ കിട്ടാത്തതിന്റെ അസൂയ. അയ്യ, നീ ഒന്ന് വാടി. പറഞ്ഞ ഈ കളി നല്ലതിനല്ലാന്ന്.
അയ്യോ അമ്മ അമ്മച്ചി കുട്ടം പറന്നണഞ്ഞു കളിവട്ടം പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിക്കളം തേടിയ പ്രായത്തിൽ ഒരു ഭാര്യോ നിർദ്ദോഷണ്ട സജി na 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 na
പോലീസ് എന്താടാ ഇത്? ബെന്നിച്ചേട്ടാ, അവന്മാരാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ ഒന്ന് കണ്ടിട്ട് പറ്റേ. നിന്റെ അച്ഛൻ ബെന്നിയുടെ കയ്യിൽ നമ്മളെ ജാമ്യത്തിലൊക്കെയുള്ള കാശ് വല്ലതും കൊടുത്തിട്ടുണ്ടാവോടാ? അതിന് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എവിടെ നിന്നാ കാശ് ആശാനെ? നിന്റെ അമ്മയുടെ ചെമിക്ക കമ്പനി വിറ്റ കാശ് എന്തെങ്കിലും കാശ് വരുമ്പോൾ എടുത്ത് കൊടുത്താൽ പോരെ? എന്ത് വിളിച്ച കോമഡിയാണ് ആശാനെ. ലാ 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 ലാ. തിരിച്ചതെല്ലാം പറ്റൂല, പോലീസ് സ്റ്റേഷനാണേ. പൂത്തുകുണുങ്ങിയ മാവിന്മേ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ, പൂത്തുകുണുങ്ങിയ മാവിന്മേൽ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ, ഞാനൊന്ന് വീണതും നീന്നില്ല, വിളിച്ചതും കരളെ നീയൊന്നോർക്കില്ലേ. നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ നിൻമുഖം ഓർമ്മ വരും, റസിയ അരികത്ത് വരികില്ലേ നീ. നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ എന്ത് പോലീസ് സ്റ്റേഷൻ അത്. ആശാൻ ഇങ്ങനെയാണ് മേഡം, എന്താണെന്നറിയില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി അപ്പ പാടണം. ചെറുതായിട്ട് മര്യാദയ്ക്ക് നിന്നോ. മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു, റസിയ മാമ്പഴക്കാലമായി. മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ അയ്യോ ഞാനൊരു മര്യാദക്കാരനാ, എന്നെ കൊണ്ട് വെറുതെ വേഷം കെട്ടിക്കല്ലേ. ഇതിപ്പോ ബെന്നി പറഞ്ഞതുകൊണ്ടാ. എല്ലാവരോടുകൂടി പറയാണ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇടിച്ച് നിന്റെയൊക്കെ കൂമ്പ് ഞാൻ കളയും. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല സാറേ. ഇല്ല. എന്നാ എല്ലാവരും പൊയ്ക്കോ. ആ, നിങ്ങൾ പോക്കോ. വാപ്പോ. ഓ, പെണ്ണില്ലായിരുന്നെങ്കിൽ ഇടിയുണ്ട് തൂറിയനെ. എടാ, ഇത് നിന്റെ അമ്മ പറഞ്ഞോണ്ട് മാത്രമാ. ഇനി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ എന്നെ കിട്ടില്ല നിന്റെ കാര്യത്തിൽ ഇടപെടാൻ. മനസ്സിലായോ? അമ്മ ഇനിയും പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനെ ഇറക്കേണ്ടവരൻ ചെയ്തോ. വാടാ. ചേട്ടാ, ഞാൻ ഫോൺ ചെയ്തു. കാശുണ്ടാ? ആ. ഇതൊന്നും ഇല്ലല്ലോ ചേട്ടാ. എന്താടാ ഉള്ളത് വാങ്ങിച്ച് പോവാൻ നോക്ക്. നിനക്കിത് അകത്തിരുന്ന് കൊടുത്തോളൂ. എന്തെടുക്കണ ഇവിടെ? ഞങ്ങൾ വെറുതെ ഇരിക്കേട്ടാ. വെറുതെ ഇരിക്കണ? എന്താണ് എന്റെ കയ്യില്? ഒന്നും ചേട്ടാ. ഒന്നുമില്ലെങ്കിൽ എന്താണ് മറച്ചു പിടിച്ചേക്കണ? ചേട്ടാ, മേത്തോട്ടുള്ള കളി വേണ്ടട്ടാ. തൊട്ടാ നീ എന്തിയോടാ? മനസ്സിലായ തൊട്ട എന്താന്ന് വന്ന കീറിക്കളയും പന്നി. അയ്യോ, എന്താ ഏട്ടാ? മാറി നിൽക്കണി. ഏട്ടാ, ഒന്ന് നിക്ക്. അയ്യോ എന്റെ ദൈവമേ. ഏട്ടാ, ഒന്ന് നിക്കേട്ടാ. അയ്യോ ഏട്ടാ.
അയ്യോ വേണ്ട വേണ്ട എന്താടാ അത്? എന്താ അവൻ വരുന്നതിനെ തല്ലിയേ? സ്കൂളിലെ ഒരു പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കി. അത് ഞാൻ മാഷിനോട് പറഞ്ഞു. അവരെന്നെ അവന്മാരെ തിരിച്ചെല്ലണ? വേണ്ടേട്ടാ വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. നീ ഒരാളെങ്കിലും തിരിച്ചെല്ലണം. ഏർപ്പെടു നീ. വാ കേറ്. കേറിയ ഇതല്ലടാ അവൻ്റെ വീട്. അതെ, അവൻ വീട്ടിലില്ലാന്ന് തോന്നണേ. നോക്കാം. ഇവനല്ലേ? വാടാ, നിക്കടാ. അടിക്കടാ, അടിക്കടാ അവനെ, അടിക്കടാ. താനേ താനേ തന്നനം തന്നാനേ, താനേ താനേ തന്നനം തന്നാനേ, താനേ താനേ തന്നനം തന്നാനേ, താനേ താനേ തന്നനം തന്നാനേ. നമ്മുടെ കൊച്ചനാ രംബു. ഞാൻ ദിനു. ക്ലാസ്സിലൊന്നിറങ്ങി വഞ്ഞ പുള്ളിയാണ്ടാ. ആള് കൊള്ളാലോ, ചെലവ് ചെയ്യണോട്ടോ. എന്നാ മോനെ വലിച്ചോ? വലിക്കില്ല. എന്താ മോനെ ഇത്രയായിട്ട് സിഗരറ്റ് വലിക്കൂല? വലിക്കണുണ്ട്. വിളിച്ച തല ഇറങ്ങോ? അങ്ങനെയൊന്നും തലയിറങ്ങില്ല. സിഗരറ്റല്ലേ ഇതൊക്കെ? വേറെ സാധനമുണ്ട്. അത് ഇതിനേക്കാളും സൂപ്പറാ. അത് നിനക്ക് പിന്നെ തരാം കേട്ടോ. ഞാൻ പോണ്. ചായ എടുത്തു വെച്ചേക്കുന്നു, വന്ന് കഴിക്ക്. മക്കൾ നീ ചായ കുടിച്ചാടാ? കുടിച്ച്. എടാ 11 മണിക്ക് അരിക്കാരും വരും. അലമാരയിൽ കാശിരിപ്പുണ്ട്, എടുത്തു കൊടുത്തേക്കണം കേട്ടോ. ശരിയമ്മേ. കാർത്തു പോടി. ദേ വരുന്നു. വൈകില്ലേ? വേഗം നടക്ക്. ആൾമാരെല്ലാം കൂടെ അവിടെ കിടന്ന് ബഹളം വെക്കും. അയ്യോ ഒന്നോ ചീപ്പെടുത്തു. ഇനി ഇവൻ ചീപ്പാവും. ഒന്നല്ലോ ഇവനെന്റെ ശകുന്തള. ഇവനെപ്പോഴും ഇങ്ങനെയാണ് ഐസ് ഫ്രൂട്ടിയാ പോണത്. ചില ചൊറി പിടിച്ച പിള്ളേരെ പോലെ. എന്താ മുഖത്തൊരു പാട്ടം? അണ്ണാൻ ചപ്പിയതായിരിക്കും. അത് അവിടെ കുറെ ചെക്കന്മാര് മൊബൈലിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. അത് ചോദിക്കാൻ ചെയ്യുന്നതിന് ഒരുത്തൻ കാവയുടെ കൈ പിടിച്ച് ഞെരിച്ചു. ഇവൻ വന്ന ആ ഫോൺ മേടിച്ചെന്ന് ഇവൻ എന്ത് കൊടുക്കും? എന്ത് കൊടുക്കാനാ? ഇവൻ കൊറേ നാളായല്ലേ കുട്ടിയുടെ പിന്നാലെ നടക്കണേ. ഇവനെ ഇഷ്ടമാണെന്ന് പറ മോളെ. അതിനെന്തിനാ അത്ര മടി? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു തരാം. അത് ശരിയാവില്ല, അല്ലാണ്ട് മേടിച്ചാന്നാ മതി. പിന്നെ ഒന്ന് പോയി വേറെ ആളെ നോക്കും. വാടാ വല്ല കാര്യമുണ്ടോ? ഏയ് എന്താ ഇവള് പറയൂ. അത് താൻ പറഞ്ഞ പോരാ, ഈ കുട്ടി പറയട്ടെ. ശരി, ആ ഫോൺ എനിക്ക് വാങ്ങിച്ചെന്ന് ഞാൻ പറയും. എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന്. ആശാനെ എന്നാ പിന്നെ വാ.
എണീക്കടാ. ആൽത്തറയിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ഇന്നലെ സഹിച്ച് ശരിക്കും മണ്ടനായില്ലേ? അതിന്റെ ചാവിയ ദേ ഇരിപ്പുണ്ട് രണ്ടെണ്ണം. ഇന്ന് നിനക്ക് പണിയാണ്. നീ ഇന്നലെ പറയാന്ന് പറഞ്ഞിട്ട് മുങ്ങിയല്ലേ? എന്ത്? അല്ല, അവന്മാരോട് ചോദിച്ചാ പറയാന്ന് പറഞ്ഞില്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഫോൺ മേടിച്ചെന്നാ പറയാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫോൺ കടലിൽ പോയില്ല ആശാനെ. കടലിൽ കളയാൻ ഞാൻ പറഞ്ഞു. ഇത് ചീറ്റിംഗ് ആണ് ആശാനെ. പക്ക ചീറ്റിംഗ്. അതെ, ചീറ്റിംഗ് ആണ്. അല്ല, പോകുവാണ്. ഞാൻ കൊറേ നാളായി നിന്റെ പുറകെ നടക്കണം. അതെ, പാവം. നീ കാണാനിട്ടല്ലാന്ന് എനിക്കറിയാം. കണ്ടില്ല നടിക്കുന്നതാ. പിന്നെ അല്ലാണ്ട്. അല്ലെങ്കിൽ നീ പെണ്ണല്ലേ? അല്ലേ? നിനക്ക് ആടാനും പാടാനും പ്രേമിക്കാനും ഒന്നും അറിഞ്ഞൂടെ? പെണ്ണ് തന്നെയാണ്. എടോ എടോ, മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ എന്റെ പിന്നാലെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് ആടണ. നീ കോപ്പാടും. കാണണ? കാണണം. ആ, കാണണം. ഹസീനെ ഇറങ്ങിക്ക്. ആ മൊബൈലോ പാട്ട് വെച്ചേ. പാട്ടോ? എന്ത് പാട്ട്? ഇപ്പൊ കാണിച്ചു തരൂ കേട്ടോ. വല്ല കാര്യമുണ്ടോ?
വേണ്ടായിരുന്നു. മതിയാ മണ്ടന്മാര്. കലക്കി മതിയായ നിനക്ക് വടി പോവാ ഓരങ്ങന്മാര്. അയ്യോ മാറിയല്ലോടാ. ഏയ് തന്നെ എനിക്ക് ഇഷ്ടാട്ടാ. ഒടുവിൽ നീ വളച്ചെടുത്തടാ എന്റെ ചക്കരെ. നീയാണടാ എന്റെ ശിശ. അച്ഛൻ ഈ തോക്കൊണ്ട് എത്ര പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അച്ഛ? ഒന്ന് പറഞ്ഞേ. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് നിന്റെ അച്ഛൻ. സ്കൂളിൽ ചെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അച്ഛ. പിന്നെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. നീ ഈ തള്ളു കേട്ട് നിക്കാണ്ട് പോയി പാല് മേടിച്ചിട്ട് വന്നേ. എന്നാ വെള്ളം നനച്ചു കഴിഞ്ഞില്ലേടി? ആ തീർന്നു. ഇവിടെ ഇരുന്ന് ഈ തോക്കും കൊണ്ട് കളിക്കുന്നതിലും ഭേദം അകത്ത് വന്ന് കുറച്ച് തേങ്ങ ചിരണ്ടി തന്നൂടെ മനുഷ്യ. ഇതിലും ഭേദം അതിർത്തി തന്നെ കിടക്കുന്ന. നീയൊന്നും പറയണ്ട, വിട്. വരുമെന്നാവോ? എന്താ ഇത് നോക്കിയേ? എന്താ ക്ലാസ് കയറാണ്ട് ഇവിടെ ഇരുന്ന് വീഡിയോ വലിക്കട നീ? ഇത് കഞ്ചാവാടാ. നീ കഞ്ചാവാണ് വലിക്കണല്ലേ? നടക്കങ്ങട് നടക്കടാ. എടാ ഞങ്ങളുടെ മക്കളും ഈ സ്കൂളിൽ തന്നെയാ പഠിക്കണ. നടക്കട നടക്കടാ. ഇവൻ എന്തിനാ പിടിച്ചോണ്ട് വന്നേക്കുന്നേ? ഇവൻ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളൊന്ന് കാര്യം പറ. മാറി നിക്ക് പെണ്ണുമ്പിള്ളേ. നല്ല പണി ചെയ്തിരിക്കണേ. അയ്യോ മോനെ, സാർ എന്താ അവൻ ചെയ്തേ? നിങ്ങളാണ് അവന്റെ അമ്മ? അതെ. ഇവന്റെ അച്ഛൻ എവിടെ പോയി? അവന്റെ അച്ഛൻ പണിക്ക് പോയിരിക്കുക. നിങ്ങൾ മകനെ ശ്രദ്ധിക്കാറില്ല അല്ലേ? സാറേ, സ്കൂളിൽ കഞ്ചാവ് വിൽപ്പനയും വലിയാണ് അവന്റെ പണി. അയ്യോ സാർമാരെ, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. അവനെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിപ്പിച്ചതായിരിക്കും. ഇത് എവിടെന്നാ കിട്ടിയത്? ആരാ ചെയ്യിപ്പിച്ച ഞാൻ നോക്കാം. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല സാറേ. അയ്യോ സാർമാരെ, അവനെ കൊണ്ടുപോകല്ലേ. സാർമാരെ, അവനെ കൊണ്ടുപോകല്ലേ. സാറേ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരോ അവനെ ചതിച്ചതാ. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല. സാറേ, അവനെ കൊണ്ടുപോകല്ലേ സാറേ. നല്ലൊരു ചെക്കനായിരുന്നു. അവൻ എങ്ങനെ ഇതിൽ വന്ന് പെട്ടെന്ന്? ഈശ്വര, എന്റെ ചേച്ചി, ഇതിലൊന്നും വന്നു പെടാൻ അധികം നേരൊന്നും വേണ്ട. വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വീട്ടുകാരറിഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോ വീട്ടുകാരൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാണ്. അറിയാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാശ് കിട്ടണ്ടാവേ. ചേച്ചി കരച്ചിലൊന്ന് നിർത്ത്. സ്റ്റേഷനിലേക്ക് ബെന്നിച്ചേട്ടൻ പോയേണ്ടി. അവരവനെയും കൊണ്ട് വരുള്ളൂ. കറിയില്ല ചേച്ചി.
ചേച്ചി ഇതാ അവര് വരണുണ്ട്. എങ്ങോട്ടാ ചേച്ചി എങ്ങോട്ടാ ഇനി നീ വീട്ടിൽ കയറണ്ടോ? എങ്ങോട്ടാണ് നീ? നിന്നെ കാണണ്ട. നീ പോ. എന്റെ ചേച്ചി നിങ്ങൾ എന്താ കാണിക്കുന്നത്? അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അല്ലാതെ അവൻ അടിച്ചിട്ട് എന്ത് കിട്ടാനാ? SSLCക്ക് 100% മാർക്ക് വാങ്ങിച്ച ചെക്കന കഞ്ചാവും വലിച്ച്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ ഇനി ഇവനോട് ഇതൊന്നും ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട, നാളെ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോണം. ശരി. അമ്പോ അതെന്താടി? എന്നെ പോലും മോനെ. ഹലോ, പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയേക്കാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബെന്നിച്ചേട്ടൻ നോക്കിക്കോളൂ. ഞാനങ്ങോട്ട് വിളിക്കാൻ കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. ശരി. ആശാനെ തൊഴിലുറപ്പിന്ന് കിട്ടിയ കാശുണ്ട് എന്റെ മോനവളൊരു ഷർട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. പന്തല് കിടത്തുമ്പോ എന്റെ മോന് ആ ഷർട്ട് ഇട്ട് കൊടുക്കാൻ എന്റെ മോനെ. നല്ലപോലെ തടവ്, ഭയങ്കര വേദനയാ. എപ്പ കഴിഞ്ഞു മോനെ? ഒരു 5 മണിയായി കാണും. ഓ, ആ അമ്പുവിന്റെ അമ്മയുടെ ഒരു കരച്ചിലേ സഹിക്കാൻ പറ്റണില്ല. അതിന്റെ അപ്പുറത്താ രാജൻചേട്ടൻ. ആ ഈശ്വരന്റെ ഒരേ കളി. മതിമോളെ, നീ ഇത്തിരി വെള്ളം വെക്കാൻ കുളിക്കാം. ആ കമ്പിത്താഴം ആ കേറിക്കോ, പോവാം. ആദ്യം പോകുന്ന ബസ് മോനൊന്ന് ഓടിക്കേറ വേഗം. ആ കമ്പിത്താഴം ആദ്യം കയറി ആദ്യം പോകാം. കമ്പിത്താഴം സമയല്ലേ? ആ കമ്പിത്താഴം.
ചേട്ടാ ചേട്ടാ എന്താടി പുറത്താരും മുട്ടുന്നു. ആരാടി ഈ സമയത്ത്? നീ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത്. കൊച്ചപ്പ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ പുറകെ പോലീസ് ഉണ്ട്. ഈ രാത്രി ഒന്ന് കഴിഞ്ഞിട്ടാ മതി, പിന്നെ ഞാൻ പൊക്കോളാം. നീ അകത്ത് പോ. എന്താ ഉണ്ടായത്? നീ വാ. നീ ഇവിടെ ഇരുന്നോ, ഞാനിപ്പോ വരാം. കൊച്ചാപ്പ എനിക്കിട്ട് പണിതല്ലേ. നിന്നീ നാടിനൊരു ആവശ്യമില്ല. നീ കൊച്ചാപ്പന് ആവശ്യം വരും. കൊച്ചാപ്പന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണിടാൻ നടക്കടാ. നിന്നീ നാടിനൊരു ആവശ്യമില്ല. നീ പോ. അമ്മ പതുക്കെ. എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് വേദന വീണ്ടും കൂടി. ഭയങ്കര വേദനയാണോ? ചെറിയ കുത്തിയുള്ള വേദന നെഞ്ചിനുണ്ട് മോനെ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചോളാം. നീ ഒന്ന് പോയി കേറ്. സൂക്ഷിച്ച്.
വിട്ടോ ആ അതെ വന്നേക്കാ. ഒരു 15 മിനിറ്റ് ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ. ആ കൊച്ചപ്പ ചോറിന് മതി. ഇനി കൊച്ചപ്പന് വലിയ മണ്ണാണ്, മണ്ണ്. ആ ടീമേ, നീ വരുന്നുണ്ടോ? ദുൽഖറിന്റെ പടം ഒന്ന് റിലീസാ. ഞാൻ പറഞ്ഞു. ആ അന്നൊരു ഗോൾഡ് വലി. ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നാ ശരി. ശരി എന്നാ വരാം. ഗോപിയെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തേ. ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിയതാ. എനിക്ക് ധനപാലിന് കാണണം. ആരും നമ്മുടെ പട്ടാളക്കാരനെ. ആ അയാളും ഭാര്യ മോനും കൂടി കല്യാണത്തിന് പോയില്ലോ. എനിക്ക് ഇവിടെ നിന്നാണ് കല്യാണത്തിന് കാശ് വെക്കാനുള്ള കവർ വാങ്ങിയത്. എനിക്ക് ആളെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. അയാളുടെ മോള് വീട്ടിൽ കാണല്ലോ. അവള് കല്യാണത്തിന് പോകണമെന്നില്ല. മകളെ കണ്ടിട്ട് കാര്യമില്ല, എനിക്ക് അയാളെ കാണണ്ടേ. ഇവരെ വന്നു. ധനവരട്ടോ, ഇവിടെ ആരും ഇല്ലേ? ധനവരട്ടോ. ഒന്ന് നിൽക്ക്, ഞാൻ പൈസ എടുത്തോണ്ട് വരാം. അയ്യോ, ചേട്ടൻ ചോറ് കഴിച്ച് പോയില്ലേ അമ്മച്ചി? അയ്യോ എന്റെ മോനെ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? നീ കാര്യം പറയടാ. കുഴിപ്പള്ളിക്ക് കിഴക്കുവശം കമ്പിത്താഴത്ത്. നീയാണോടാ കുത്തിയത്? നീ അവിടെ തന്നെ ഉണ്ടാവണം, കേട്ടോടാ. പറയടാ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായത്?
നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയാ ഹലോ, ആ കുഴിപ്പുള്ളിക്കടുത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് സാറേ. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. താനല്ലേ അവനെ കണ്ടത്? അതെ സാറേ, എന്നെ തള്ളി വന്നിട്ടാവും പോയത്. എന്റെ കാല് ഇങ്ങനെ ആയി പോയല്ലോ. അല്ലെങ്കിലുണ്ടല്ലോ അവനെ ഞാൻ പിടിച്ചേനെ സാറേ. ഇവന്റെ മൊഴി രേഖപ്പെടുത്തിയില്ലേ? ആ എഴുതി സാർ. ഇവനെ വിടല്ലേ. RTO വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കമ്പിത്താഴം വരെ ഒന്ന് പോണം. ചേച്ചി കടപൂട്ടാണോ ഞാനൊരു ചായ കുടിക്കാൻ വന്നു? ആഹാ, അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? എന്താ ചേച്ചി? നമ്മുടെ അരികരന് ആന ചവിട്ടിന്ന് അയ്യപ്പള്ളി വെച്ച കണ്ടാ സഹിക്കില്ല. വല്ലാത്തൊരു കിടപ്പ്. മനുഷ്യന്റെ കാര്യമൊക്കെ ഇത്ര. ആശാനെ, അവനോട് പറയണ്ടേ കാവ്യയുടെ കാര്യം? ആയിരിക്കുന്നവനോട് എങ്ങനെയാടാ പറയാ? അവന്റെ കാവ്യ അവനെ വിട്ടുപോയെന്ന് അതും കൂടി കേട്ടാലോ? സാറേ, എന്തായാലും ഞാൻ പെട്ട്. നമ്മളൊരു കണക്ക് ബാക്കിയുണ്ട്, അതും കൂടി തീർത്തിട്ടാണ് പോയാ പോരെ? അതിനെന്താടാ, തീർക്കാം. ഷീബേ അടുത്തോടെ ഞാൻ വെക്കും കേട്ടാടി.
അല്ല നിന്നെ ഇന്നലെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് എന്തായടി? ചെക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടാടി? എന്തായി? ചെക്കന് വല്ല കുവങ്ങണ്ണും ഉണ്ടാടി? അതൊന്നുമല്ല ചേച്ചി, ചെക്കന് എന്റെ അത്രയും പക്വതയൊന്നും ഇല്ലെന്നേ. ചെക്കനങ്ങനെ പക്വത ഉണ്ടാടി? നീക്ക് 10-40 വയസ്സായി. പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ പട്ടാളക്കാരന്റെ മോളെ കൊന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് നമ്മുടെ വീട്ടുകാരൻ ചായക്കടയിൽ പോയിച്ചു വന്നപ്പോ പറഞ്ഞതാ. രണ്ട് പേരെ കൊന്നിട്ട് എടാ മോനെ, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചെന്ന് വിചാരിച്ച നല്ല അസല ഇടി ഞാൻ ഇടിക്കും. സത്യം പറടാ, എന്താ ഉണ്ടായത്? പറ, എന്താണ് ഉണ്ടായത്? സാറേ, ഞാൻ സാറ് വിളിട്ട് കൊന്നാലും ശരി, ഞാൻ പറഞ്ഞത് സത്യമാണ്. കൊച്ചാപ്പനെ കുത്തിയത് ഞാനാണ്. പക്ഷെ ആ പെങ്കൊച്ചിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. ഞാനവിടെ പോയിന്നുള്ള സത്യമാണ്. ആ പെങ്കൊച്ചിനെ കൊന്നത് അവനല്ലല്ലോ സുധാകര. പിന്നെ സജി, നീ ഇവിടെ ഒന്ന് ഇരിക്കുകയാണോ? വാ, വീട്ടിലേക്ക് പോ. ഞാൻ നിന്റെ വീട്ടിൽ നിന്നാ വരുന്നേ. എടാ, അവിടെ നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നു. വാടാ, വീട്ടിലേക്ക് പോ. നീ കരയാണോടാ? എന്ത് പറ്റിയടാ? നീ കരയല്ലടാ. എനിക്കൊരു കാര്യം പറയണ്ട. എന്റെ കാവ്യ, അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താടാ കാര്യം? ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കും. ഇത് വിളിച്ചതല്ല പിന്നെ നിന്നെ എന്റെ അമ്മയെങ്ങാനും കണ്ടാൽ നിന്നെ വിളിച്ചുകൊണ്ട് വന്നാൽ കെട്ടിച്ചേർന്നേക്കാന്ന് പറയും. അയ്യടാ, എന്നെ മാന്യമായി കല്യാണം കഴിച്ചാ മതി. അല്ല, നീ എപ്പോ വന്നു? ഞാനോ? നീ കുളി കഴിഞ്ഞ് ഡ്രസ് മാറിയില്ലേ? അപ്പൊ വന്നതാ. അപ്പൊ ഞാൻ ഡ്രസ് മാറുന്ന നീ കണ്ടാ? ഞാൻ കണ്ട്. അയ്യേ, എടി പോത്തെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പൊ നീ എന്നെ പറ്റിച്ചതല്ലേ? പിന്നേടി നിന്റെ ഒരു കാവ്യ, 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 കാവ്യ,
കൊടുക്കാനുള്ള ബുക്ക് എടുക്കാൻ മറന്നല്ലോ. തന്നെ എനിക്ക് ഇഷ്ടാട്ടാ. മോനെ സജി, നിക്കൊന്ന് പറയട്ടെ.
എടുക്കുന്നതും തൊടുക്കുന്നതും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ട ഏത് കൊലകൊമ്പനും കൊമ്പ് കുത്തുട മോനെ, കൊമ്പ് കുത്തും. अच्छा अच्छा എന്തിനാ എനിക്ക് തന്നത്? ആന എന്നെ ചവിട്ടി കൊല്ലുകയാണെങ്കിലേ ഇട്ട് മൂടാനാടാ. നീ ഇതാരോടും പറയരുതേ. നീ എങ്ങാനും മകത്ത് പോയാലും നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്ക് പിന്നെ ആരാടാ ഉള്ളേ? സജി മോനെ.